ലഹരി മരുന്ന് ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ വിതരണത്തെക്കുറിച്ചും കേരള ദർശൻ ഇതിനു മുമ്പ് പല പ്രാവശ്യവും സൂചിപ്പിക്കുകയും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രധാനപ്പെട്ട ചർച്ച ന്യൂ ജനറേഷനിലെ ലഹരി മരുന്നിന്റെ ഉപയോഗവും അതിന്റെ വിതരണവും അതുകൊണ്ട് കുട്ടികളിലുണ്ടാകുന്ന സ്വഭാവ ദോഷ വശങ്ങളെ കുറിച്ചുമല്ലായിരുന്നു. കലാലയങ്ങളിൽ മാത്രമല്ല, ഇന്ന് സ്കൂൾ തലത്തിൽ പോലും ലഹരി മരുന്നിന്റെ വിൽപ്പനകളും ഉപയോഗങ്ങളും നടക്കുന്നു. നേരത്തെ അത് +1+2ലേക്കായിരുന്നുവെങ്കിൽ ഇന്ന് അതിന് താഴെ ഉള്ള ക്ലാസ്സുകളിലേക്കും ലഹരി മരുന്ന് ചെന്നെത്തിയിരിക്കുന്നു. സ്കൂളിലെ കുട്ടികളെ തന്നെയാണ് സ്കൂളിലേക്കുള്ള വിതരണത്തിന് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചാൽ, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ താളം തെറ്റലാണെന്ന് ഒറ്റ ഉത്തരം പറയാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ അത് അവിടെയല്ല നിൽക്കുന്നത്. സ്കൂൾ തലങ്ങളിൽ മുമ്പ് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായിരുന്ന ബന്ധം, ആ ബന്ധം ഇന്നില്ല. മുമ്പ് അധ്യാപകരെ കണ്ടാൽ വിദ്യാർത്ഥികൾക്ക് സ്നേഹത്തോടൊപ്പം ഭയവും ഉണ്ടായിരുന്നു. ഇന്നെല്ലാം പോയി മറന്നിരിക്കുന്നു. മാത്രമല്ല, വിദ്യാർത്ഥികളുടെ പഠിത്ത കാര്യത്തിൽ മാത്രമല്ല, അവരുടെ സ്വഭാവത്തിലും ആ സ്വഭാവം രൂപീകരിക്കുന്നതിലും അവർ തെറ്റായ പ്രവണതയിലേക്ക് ചെല്ലുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നതിനുമെല്ലാം അധ്യാപകർക്ക് താല്പര്യമുണ്ടായിരുന്നു. അത് അപ്പോഴപ്പോൾ അധ്യാപകർ കണ്ടെത്തുകയും അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് അതില്ല. താൻ വാങ്ങുന്ന ശമ്പളത്തിന് ജോലി ചെയ്യുന്നു, ആ ഒരു മനോഭാവം അധ്യാപകരിൽ വളർന്നു വന്നിരിക്കുന്നു. അവരെ വിദ്യാർത്ഥികളോട് ഉള്ള പ്രതിബദ്ധത അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും വസ്തുത. മുമ്പ് താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ സ്വന്തം കുട്ടികളെ പോലെ, സ്വന്തം മക്കളെ പോലെ കാണുകയും സ്നേഹിക്കുകയും വാത്സല്യപൂർവ്വം പെരുമാറുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായാലും ശിക്ഷണ നടപടി സ്വീകരിക്കുന്നതിലും അധ്യാപകർ മടിക്കാറില്ലായിരുന്നു. അതുകൊണ്ടാവാം അന്ന് ഇത്തരം തെറ്റുകൾ ഒന്നും ആവർത്തിക്കാതിരുന്നതും. തെറ്റുകൾ കണ്ടാൽ അത് മുളയിലെ നുള്ളിക്കളയാനുള്ള ഒരു പ്രവണത അധ്യാപകർക്കുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പല രക്ഷകർത്താക്കളുടെയും വിദേശങ്ങളിലാണ്. ഒരു കുട്ടിയുടെ പിതാവ് വിദേശത്തായിരിക്കും. അവിടെ നിന്ന് പണം, ആ കുട്ടിക്ക് ആവശ്യത്തിലധികം പണം വന്നുകൊണ്ടിരിക്കും. വീട്ടിൽ വരുന്ന പണം അമ്മയിൽ നിന്നും ആ കുട്ടി വാങ്ങുകയും അത് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ആ പണം വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാമാണ് പല കാരണങ്ങളിൽ. ഒന്ന് ഇതാണ് ലഹരി മരുന്ന് ഉപയോഗത്തിന് അല്ലെങ്കിൽ ലഹരി മരുന്ന് വാങ്ങുന്നതിനുള്ള പണം കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഈ പണം ഇല്ലാതെ വരുമ്പോൾ ഈ കുട്ടികൾ തന്നെ അതിന്റെ വിതരണ ശൃംഖലയുടെ കണ്ണികളാകുന്നു. ഇന്ന് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും വരെ ലഹരി മരുന്നിന്റെ ഉപയോഗം അതിന്റെ വിതരണ ശൃംഖലകൾ കടന്നിരിക്കുന്നു. അവിടെയെല്ലാം ലഹരി മരുന്നുമായി ഒരു വിദ്യാർത്ഥി പിടിക്കപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസുകാർക്ക് കിടക്കപ്രതിയില്ലാതെ വരും. നേതാക്കന്മാരുടെ, MLA-മാരടക്കമുള്ള നേതാക്കന്മാരുടെ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ടെലഫോണുകൾ, അത് കേസെടുക്കരുത്, അങ്ങനെ മറ്റു പലരും സമ്മർദ്ദത്തിന് ഇടയാക്കുന്നു പോലീസുകാർ. ഈ അടുത്ത കാലത്ത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA-യുടെ മകൻ
ലഹരി മരുന്ന് കേസിൽ പോലീസിന്റെ പിടിയിലായി. വ്യക്തമായ തെളിവോടെ ആ കേസിൽ പോലീസ് റിപ്പോർട്ട് എഴുതി. എന്നാൽ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം, ഭരണകക്ഷി MLA ആകുമ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ടവരുടെ സമ്മർദ്ദം കാരണം ആ റിപ്പോർട്ട് ആ പോലീസുകാർക്ക് തിരുത്തിയെഴുതേണ്ടി വന്നു. ഈ അടുത്ത കാലത്ത് ഒരു സമുദായ നേതാവിന്റെ മകൻ ലഹരി മരുന്നിൽ അകപ്പെട്ട് പോലീസ് പിടിയിലായി. ആ മകനെ അദ്ദേഹം രക്ഷിക്കാൻ പോയില്ല. അദ്ദേഹം പറഞ്ഞത് തന്റെ മകനെ രക്ഷപ്പെടുത്തിയത് പോലീസുകാരാണ്. ആ പോലീസുകാരോട് നന്ദിയുണ്ട്. ഇപ്പോഴെങ്കിലും അവൻ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൻ വലിയ ലഹരി മരുന്ന് മാഫിയയുടെ കൈകളിലേക്ക് പോകുമായിരുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കേരള നിയമസഭയിലെ MLA-മാരുടെ എത്ര മക്കൾ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു, ലഹരി മരുന്ന് വിതരണത്തിന്റെ ശൃംഖലയിൽ കണ്ണികളായിരിക്കുന്നു. MP-മാരുടെ മക്കൾ, അവന് അടുത്ത ബന്ധുക്കള്, മന്ത്രിമാരുടെ ബന്ധുക്കള്, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ ബന്ധുക്കൾ, മുമ്പൊരു പാർട്ടി സെക്രട്ടറിയുടെ മകൻ കള്ളപ്പണ കേസിലും കള്ളനോട്ട് കേസിലും ഒക്കെ പ്രതിയായ ചരിത്രം നമുക്കുണ്ട്. അന്ന് ആ പാർട്ടി സെക്രട്ടറി ആ മകനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. അത് ഒന്നല്ല കാര്യം. എന്നാൽ ഇന്ന് MLA-മാരുടെ മക്കളിൽ എത്ര പേര് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ശൃംഖലയിലെ കണ്ണികൾ ആയിരിക്കുന്നു എന്ന് ഒരു സർവേ നടത്തി കണ്ടുപിടിക്കണം. അവര് ലഹരി മരുന്ന് വിതരണത്തിന്റെ ശൃംഖലയുടെ കണ്ണികൾ അകപ്പെട്ടു പോയെങ്കിൽ അവരെ നിയമ നടപടി അവർക്ക് നേരെ വരണം. അവരെ സംരക്ഷിക്കാനും നിയമ നടപടിയിൽ നിന്ന് അവരെ ഒഴിവാക്കാനും ഒരു ജനപ്രതിനിധിയും ശ്രമിക്കരുത്. അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ, ആ വിദ്യാർത്ഥി സംഘടനകളിൽ എത്ര നേതാക്കന്മാർ, എത്ര പ്രവർത്തകർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, ലഹരി മരുന്ന് വിതരണത്തിന്റെ കണ്ണികൾ എത്ര പേരാണ്. അതുപോലെ തന്നെ ആ വിദ്യാർത്ഥി സംഘടനകളുടെ രക്ഷകർത്താക്കളായ പാർട്ടി നേതാക്കന്മാർ, അവരും അത് കണ്ടുപിടിക്കുന്ന നിലയിലേക്ക് പ്രവർത്തിക്കണം. അങ്ങനെ ഓരോ സംഘടനകളും ഭരണകക്ഷി പ്രതിപക്ഷ കക്ഷി കൂടാതെ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളുടെയും സംഘടനകളും യുവജന സംഘടനകളും അവർക്ക് രക്ഷാകർത്തം കൊടുക്കുന്ന പാർട്ടികളും തങ്ങളുടെ കുട്ടികളിൽ എത്ര പേര് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, എത്ര പേര് ലഹരി മരുന്ന് വിതരണത്തിന്റെ ശൃംഖലകളായിരിക്കുന്നു, അവരെയെല്ലാം കണ്ടെത്താൻ എളുപ്പമാണ്. ശ്രമിച്ചാൽ മതി. അവരെയെല്ലാം കണ്ടെത്തിക്കൊണ്ട് അവരെയെല്ലാം നിയമത്തിന്റെ മുന്നിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട്, അതിന്റെ വിതരണക്കാരുണ്ട്. സീരിയൽ മേഖലകളിൽ, സിനിമാ മേഖലകളിൽ അവിടെയെല്ലാം ലഹരി മരുന്നുകളുടെ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു. അവരെയെല്ലാം കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് പകരം അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു നിലയിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ, ഭരണാധികാരികൾ മാറരുത്. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ മുമ്പ് പഞ്ചാബിൽ സംഭവിച്ചതുപോലെ കേരളത്തിൽ സംഭവിക്കും. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ ലഹരി മരുന്ന് വിതരണക്കാരുള്ള രാജ്യം, ഏറ്റവും കൂടുതൽ ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്ന രാജ്യം, അത് കേരളമാണെന്ന് എഴുതി ചേർക്കാൻ ഇടവരുത്തരുത് എന്നാണ് എനിക്ക് രാഷ്ട്രീയ കക്ഷികളോടും ഭരണാധികാരികളോടും പറയാനുള്ളത്. നന്ദി, നമസ്കാരം.